ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 9:55. ഇത് 10 മണിയാണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് സന്തോഷമൊക്കെ ഉണ്ട് സ്കൂളിൽ. ആണെങ്കിൽ ഇങ്ങനെ ശനിയാഴ്ച ഉപ്പുമ്പോളം ഉണ്ട് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം ഇടയ്ക്ക് വേറെ പരിപാടി ആയിരിക്കും. ഉപ്പുമ്പോളമാണ്. ഉപ്പുമ്പോളം ഞാൻ വളരെ രസമാണ്. അത് കൊമ്പയും കഴിക്കുന്നില്ല. എന്നിട്ട് ചുമ്മാ റോഡിലോട്ട് ഇറങ്ങി ചുമ്മാ നടക്കുകയാണ്. കാരണം ആ വീട്ടിലൊക്കെ കഴിഞ്ഞ് ബോറടിക്കുന്നു. റോഡിലോട്ട് ഇറങ്ങിയില്ല, ചുമ്മാ വീട് സ്ഥലത്തൊന്നും കിട്ടോ നടക്കുന്നു. രസത്തിന് ഈ ബോറടിക്കുന്നത് എന്തായാലും മഴയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടി വരുന്നു. ചെറുതായി അപ്പം നിങ്ങളുടെ അവിടെ എപ്പോഴും മഴയുണ്ടോ? ഇതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. റംബൂട്ടാൻ ഇത് നമുക്കൊരു പിച്ച. ഇതിന് മുമ്പ് ഈ വണ്ടി കാലെന്തായിരുന്നു ഇതെന്തായാലും നമുക്കെല്ലാം പോകാം. താഴെ നനച്ച് പച്ചയാണ്ട് നനച്ചത് നല്ല പച്ച ഞാൻ പിച്ചത്. അപ്പോൾ താഴെക്കിടന്നു. നേരത്തെ നല്ലപോലെ വലുതായിട്ടില്ല, കുറച്ച് വലുതായിട്ടുള്ളായിരുന്നു. ഇത് നല്ലപോലെ വലുതായിട്ടും ഞാൻ ശരിക്കും റംബൂട്ടാൻ നല്ലപോലെ ആയി. ഒരു കളറാണ് കുറച്ച് ദിവസം ഇപ്പോൾ രീതിക്ക് മുമ്പ് അന്നൊക്കെ ആകുമ്പോഴേക്കൊക്കെ സംബന്ധം ചിലപ്പോൾ വരുമായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഫേസ് അപ്പം ബ്ലാക്ക് കളറും ഈ പിച്ചാത്തിയിൽ എന്താണ് ഫേസ്. ഞാൻ ഈ പിച്ചാത്തി വൈറ്റ് കളറായിരുന്നപ്പോൾ എനിക്ക് എന്താണ് ബ്ലാക്ക് കളർ അടിച്ച് തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ഒരു നേരത്തെ കുറച്ച് ഇത്തിരിയുള്ള കുരുവായിരുന്നു, കുറച്ച് വലുത്. ഇത് നമുക്കത് വിട്ട് ഷാമിന പിന്നെ എഴുതുന്നുണ്ട് പണ്ടൊക്കെയാണ് പോലെ സീസൺ 2 വന്നിട്ടുണ്ടാണ്. കറക്റ്റ് എനിക്കറിയില്ല. ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ പൗച്ച് കഴിയുകയാണ്. ചില കുറച്ച് കിട്ടും പൗച്ച് കഴിയും. റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയാം. പിന്നെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ ചെലവാക്കുന്ന ആലോചിച്ച് നടക്കുന്ന ആളാണ്. ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠനകാലി. അപ്പൊ പഠനകാലിയിൽ അവർ പരസ്യം ചെയ്യണം. റോഡിലുള്ള ആൾക്കാരെല്ലാം കേട്ടോണ്ട് പോകണമെന്ന്. ഇപ്പൊ അവര് പോകുമ്പോഴും നല്ല നല്ല പ്രച്ചനെ കാണണമെന്ന് പറയട്ട് വെച്ച പ്രച്ചനെ കാണണമെന്ന് പകലും രാത്രി. അപ്പൊ അത് ചെയ്ത് കൊടുക്കണം. അതിനാണ് പറഞ്ഞത്. ഉണ്ടാ തന്നേപോലെ എല്ലാത്തിനും സംശയം എല്ലാം
പേന പെൻസിൽ. മാമനെ കണ്ടു ചെയ്തിട്ട് മുട്ടടിക്കുന്നവരാണ്. പണ്ട് അവിടെ നിൽക്കുന്നത് പോകുമ്പോ മാമ പണ്ട് വന്ന് താമസിക്കുന്ന സമയത്ത് മുട്ടായി ഉണ്ടാ ചോദിക്കും, പോയിട്ട് കട വരുമ്പോൾ വാങ്ങിച്ചോണ്ട് കൊടുക്കും. അറിയാം, എന്നിട്ട് വാങ്ങിച്ചോണ്ട് അകത്തോട് കുടുംബ ഓർഡറാണ് നിൽക്കുക പോലും വിടാതെ വന്ന്. ഇപ്പൊ വലിയ മറ്റവനായി പോയി. 3 കിലോ ചക്കര കയ്യിൽ വന്നപ്പോ പോയി സൂക്ഷിച്ചു വിടാതെ പോയി. നീ എന്താ ഇപ്പോൾ ചെയ്തില്ല സംശയം? കൂടെ കൊച്ചുണ്ടായിരിക്കും. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം. ഒരുപാട് അടുത്ത് മിണ്ടിയും പറഞ്ഞു ഇരുന്ന് വേറെ ചർച്ചകളായി ഉള്ള സ്നേഹബന്ധങ്ങളുടെ വീടുകളിൽ പ്രശ്നമൊന്നും ആവല്ലേ. ഇത് വെച്ച് വട്ടം പഠിച്ചിട്ടുണ്ട്. ട്യൂഷൻ ബുക്ക് പറഞ്ഞിട്ട് പോണേ നല്ലത്. ആദ്യം കോമ്പസ് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അവരെ കണ്ണൂർ ലൈക്ക് കൂടെ ചെയ്യണേ. ഇപ്പം കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കോമ്പസ് നിങ്ങളുടെ ഈ ഇത് ബാക്കിലോട്ട് ഒന്ന് കറക്കുക. ബാക്കിലോട്ട് നമുക്ക് ബാക്കിലോട്ട് കറക്കിയത് ഒരു വരും നമ്മൾ മാറ്റിയെടുക്കുക. അതിനുശേഷം ഈ ഒരു കണ്ടു നമ്മൾ പുറകിലോട്ട് കറക്കുന്നത് നമ്മൾ അടി നോക്കണം. കാരണം ഇത് ഫുള്ള് കറക്കി ഊരി പോകുന്നത്. അത്രയും മാത്രം മതി കറക്കുക. പിന്നെ നിങ്ങൾ പെൻസിൽ എടുക്കുക. കുറച്ച് വലിയ പെൻസിൽ എടുക്കാം. പക്ഷെ നമ്മൾ കേക്കിൽ കയറിയിടുന്ന കുറച്ചും കൂടെ അപ്പം അത് കയറും. എന്നിട്ട് നിങ്ങൾ കോമ്പസിനും പെൻസിലിനും മുറുക്ക്. ഇപ്പം നമ്മൾ പുറയിലോട്ടല്ലേ അത് ഇതാക്കി ഇനി അങ്ങോട്ട് വേണം പുറകോട്ട്. ഇത് പിടികിട്ടുന്നില്ല. അല്ല ഇതല്ലേ പുറകോട്ട്. അതല്ലേ അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നത് നിങ്ങളൊരു പോയിന്റ് ഒരു കോമ്പസിൻ്റെ ഒരു പോയിന്റ് എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ കോമ്പസിന് കറക്കാൻ നേരം പോയിന്റിന്ന് പോകരുത്. ഒരു കൈ ഫോണും ഒരു കൈ ഇപ്പം കൂടെ ചെയ്യണം. ഇത് 2 കാര്യം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ ഫോണിൽ പഠിച്ചുകൊണ്ടാണ് വേണ്ട. ഇപ്പം കോമഡി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല. ചേട്ടന്റെ വിസിറ്റിംഗ് കാർഡ് പാസ്വേഡ് മേടിച്ചിട്ടുണ്ടോ? എന്നാ ചേട്ടൻ ഉറപ്പിച്ചോ ചേട്ടൻ 8ന്റെ പണി പുറകെ വന്നെ. 8ന്റെ 16 പണി ഇത് പോടിയോ? അവള് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട്. കാരണം ഞാനത് ഒറ്റ കൈ കൊണ്ട് ചെയ്തതുകൊണ്ട് അത് കുറച്ച് ഡാർക്കാക്കാൻ എനിക്ക് പറ്റി. അപ്പം എല്ലാം കൂടെ ചെയ്യാം. എന്റെ പൊന്നു
മോനെ നീ ചെവി നുള്ളിക്കോ. അവ ഒറ്റ ഒരുത്തം കാരണം നിന്റെ പണി പോകും. എന്തോന്നാ ചേട്ടത്തി ഇത് രാവിലെ ഞാൻ വന്നപ്പോഴേ വഴിയിൽ വെച്ച് പാസ് ചെയ്യുന്ന കുറെ കാലം ആയില്ലേ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അണ്ണനോട് ചോദിച്ചു അണ്ണാ സുഖമാണോ. ഉടനെ എന്റെ അടുത്ത് പറയാ എന്താ കുറെ കാലമായിട്ടൂടെ തേരെ പറയാൻ നടക്കണില്ല, നിന്റെ കടയിൽ വലിച്ചു കൂട്ടിയാണ് വായിക്കോളെ അങ്ങനെ ഉള്ളവനാണ് അവർ. ഒരാളുടെ നാശം കാണാൻ വേണ്ടി മാത്രം നടക്കുന്നതാണ് ഈ ബാസി. ഇതിപ്പോ ഒരു വിസിറ്റിംഗ് കാർഡിന്റെ കാര്യമല്ലോ. ഇതിപ്പോ എത്ര പേര് എന്റെ അടുത്ത് മേടിച്ചോളൂ. അതുപോലെ പാചകങ്ങൾ മേടിച്ചോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എടാ നീ രാവിലെ പോയാൽ നടന്നില്ല. പോയ ബാസിയല്ലേ. എനിക്ക് ശകലത്തിനൊന്നും വിശ്വാസമൊന്നുമില്ല. നിനക്ക് വിശ്വാസമില്ലായിരിക്കും, എനിക്ക് നല്ല വിശ്വാസമാണ്. പണ്ട് നിന്റെ അച്ഛൻ ഇതേപോലെ ബാസിയെ ആ പോയത് അത് തീരാറായ ചിട്ടിയായിരുന്നു. ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അച്ഛൻ തന്നെ കിട്ടി. അല്ലാണ്ട് ബാസിയെ ശകലത്തിന് പോയിട്ട് കിട്ടിയൊന്നുമല്ല. ഫോൺ എടുക്കണം. ഹലോ വിഷ്ണുമാരെന്താ പിന്നെ